ജന്തർ മന്തർ എന്ന പ്രൊട്ടസ്റ്റ് ഒരു സമാധാനപരമായ പ്രൊട്ടസ്റ്റ് ആണ്. ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നവരെ പലപ്പോഴും അക്രമകാരികളായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. എന്നാൽ ചരിത്രം നോക്കിയാൽ അറിയാം, ഈ അക്രമങ്ങളൊന്നും തുടങ്ങുന്നത് പ്രൊട്ടസ്റ്റേഴ്സ് ആയിരിക്കില്ല. 3 ഉദാഹരണങ്ങൾ പറയാം. 1, 1974 ദളിത് പാന്തേഴ്സ് വേളിയിൽ ഒരു സമാധാനപരമായിട്ടുള്ള മീറ്റിംഗ് നടത്തി. ഇവരെ ആരൊക്കെയോ കല്ലും കുപ്പിയും എറിഞ്ഞ് ആക്രമിച്ചു. പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ ആക്രമണത്തിന് പിന്നിൽ പോലീസും മറ്റു ചില സംഘങ്ങളും ചേർന്നുള്ള ഒത്തുകളി ഉണ്ടായിരുന്നു. 2, 1922 ചൗരി ചൗര എന്ന സ്ഥലത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഒരു ആക്രമണം ഉണ്ടായി. ആ ഒരു സംഭവം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെയും അക്രമാസക്തം എന്ന് മുദ്ര കുത്തപ്പെട്ടു. ഗാന്ധിജിക്ക് ആ പ്രസ്ഥാനം തന്നെ നിർത്തിവെക്കേണ്ടി വന്നു. 3, അമേരിക്കയിൽ കോയിൻഡൽപ്രോ എന്ന ഗവൺമെന്റ് പ്രോഗ്രാമിലൂടെ സമാധാനപരമായ പൗരാവകാശ പ്രസ്ഥാനങ്ങളിൽ നുഴഞ്ഞു കയറി അവയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് പിന്നീട് ഗവൺമെന്റ് തന്നെ അംഗീകരിച്ച കാര്യമാണ്. ഈ 3 സംഭവങ്ങളും ഒരേ കാര്യമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റിന് അക്രമാസക്തം എന്ന വിളിപ്പേര് ചാർത്തി കൊടുക്കാൻ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റിൽ അക്രമം കാണുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഇതാണ്: ആരാണ് യഥാർത്ഥത്തിൽ ഈ ആക്രമണം തുടങ്ങിയത്? അതുകൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ്? ഇതിനുത്തരം ഞാൻ പറയുന്നില്ല, പക്ഷേ ചരിത്രം ഓർക്കുക. അടുത്ത തവണ ഇത്തരം ഒരു വാർത്ത കാണുമ്പോൾ ഒന്ന് ചിന്തിക്കുകയും കൂടെ ചെയ്യാം.